വീട്ടിലുമാണ് ഒരു നമുക്ക് ഞാൻ ഒരു പണ്ടാണെങ്കിൽ ഒരു ഉറപ്പിട്ടല്ലോ ലെറ്റർ എഴുതി കൊടുക്കും. അവിടെ വിളിച്ചിരുന്ന അൻപാന ഫാൻസ് എന്നാണ് എല്ലാവരും വിളിച്ചത്. അതെ, இங்க அன்பான ஃபேன்ஸ், அங்கேயும் அன்பான ஃபேன்ஸ் தான், இங்கேயும் அன்பான ஃபேன்ஸ் தான். ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈയിൽ നമ്മുടെ റെട്രോ പടത്തിന്റെ ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ ഫംഗ്ഷൻ ഇതുപോലെ തന്നെ, അതായത് അവിടുത്തെ ഒരു ഫംഗ്ഷൻ കണ്ടിട്ട് ഞാനിങ്ങനെ കൊതിച്ചു, അയ്യോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നിരുന്നെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഫാൻസ്, ആ ഒരു അവിടെ വിളിച്ചിരുന്ന അൻപാന ഫാൻസ് എന്നാണ് എല്ലാവരും വിളിച്ചത്. അതെ, ഒരു രക്ഷയില്ല. സൂര്യ സാറിനോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോൾ അത് നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനും എൻ്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് പേരെ ചേരാമായിട്ടുണ്ട്. ലാലേട്ടൻ്റെ, മമ്മൂക്കയുടെ, അങ്ങനെ കുറേ ഹീറോസ്, സൂര്യ സാർ, അവരിൽ ഒരാളായിട്ട് ഇരുന്നിട്ട് നമുക്ക് അതേ ഹീറോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു കാറിൽ ഈ ഫംഗ്ഷന് വരുന്നു. ഇതിൽ പരം വല്ല ലോട്ടറി വേണം. ഐ ലവ് യു, താങ്ക് യു സോ മച്ച് സർ. സൂര്യ സാറെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ, എല്ലാവർക്കും അറിയാം, എന്നാൽ പോലും കിഡിലുമാണ്. ഒരു നമുക്ക് ഞാൻ ഒരു പണ്ടാണെങ്കിൽ ഒരു ഉറപ്പിട്ടല്ലോ ലെറ്റർ എഴുതി കൊടുക്കും. കാരണം എന്താ വെച്ചാല് എല്ലാം ഒരാളുടെ കാണാനുള്ള ഭംഗി മാത്രമല്ലല്ലോ, ആ ഭംഗി രസമാവുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം, അയാൾ മറ്റുള്ളവരോട് സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു, ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു വലിയ വലിയ കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് മടുക്കും. ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയും തോറും ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവരോട് പെരുമാറുന്നതും വലുതാണ്. ഈ സ്നേഹം ഡിസേർവ് ചെയ്യുന്നൊരു സൂപ്പർ സ്റ്റാറാണ് സൂര്യ സാർ. അതിലൊരു സന്തോഷം, അർഹതപ്പെട്ടവർക്ക് ആ സ്നേഹം കിട്ടുമ്പോൾ ഒരു സന്തോഷം, അതിൻ്റെ കൂടെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ സിനിമയിൽ ഞാനൊരു വലിയൊരു കഥാപാത്രമാണ്. എനിക്കത് ചെയ്യാൻ പേടിയായിരുന്നു. കാരണം എന്നിൽ വിശ്വസിച്ചത് എൻ്റെ ഫ്രണ്ട് കാർത്തി. അദ്ദേഹം പറഞ്ഞ പോലെയാണ് ഈ പടത്തിൽ അഭിനയിച്ച. ഓൾ ക്രെഡിറ്റ്സ് ടു കാർത്തിക് സുബ്രാജ് ആൻഡ് മിസ് യു കാർത്തി ആൻഡ് 2D ആൻഡ് സ്റ്റോൺ ബെഞ്ച് ഫ്രണ്ട്സ് ആണ്. കിട്ടിലം പ്രൊഡക്ഷൻ ആയിരുന്നു അവരുടെ. നമുക്ക് വലിയ ബഡ്ജറ്റ് സിനിമയാണ്. നമ്മള് ഇതിന്റെ ബഡ്ജറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് 150 കോടിയിലൊക്കെ മേലെയാണ്. അത്ര വലിയൊരു ദ്വീപൊക്കെ ഒരു രാജ്യം മാറ്റിയിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഭയങ്കര വലിയൊരു സിനിമയാണത്. അതിന്റെ ഭാഗം പറ്റിയത് വലിയൊരു ഭാഗ്യം. ഭയങ്കര സൂപ്പർ ഹാപ്പി. വേറെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ സുജിത്, കരുണാകരൻ, മച്ചാങ്കാർക്ക് എല്ലാവരും ഉണ്ട്. പിന്നെ സെന്തിൽ ഡിസ്ട്രിബ്യൂട്ടർ, ഇത് പൊളിക്കും. നോർമലി എല്ലാ ആർട്ടിസ്റ്റുകളും ഇവിടുന്ന് കേരളത്തിൽ നിന്നൊക്കെ പറയും ഒരു കാർത്തിക് സുബ്രാജ് പടം ചെയ്യാൻ പറ്റിയതെങ്കിൽ നല്ലായിരുന്നു. ചേട്ടനിപ്പോ 2 കാർത്തിക് സുബ്രാജ് പടമായി. കാർത്തിക് സുബ്രാജുമായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ്? സൂപ്പർ ഫിലിം മേക്കറാണ് കാർത്തിക്. എന്താ പറയാ, അദ്ദേഹം ഒരു സ്പെഷ്യൽ വേൾഡ് ഉണ്ടാക്കി, പുതിയ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കി, ഭയങ്കര രസമായിട്ടാണ് ഫിലിം മേക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഡയറക്ടറുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നത് അഭിമാനമാണ്. ചേട്ടൻ ഡയറക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മൂവി ആദ്യമേ കാർത്തിക് സുബ്രാജിനെ കാണിക്കുകയുണ്ടായി. അദ്ദേഹം പോസ്റ്റ് ഒക്കെ ചെയ്യുകയുണ്ടായി. ചേട്ടൻ ഡയറക്ടർ ആയി കഴിഞ്ഞ ശേഷം, ആ മൂവി പ്രിവ്യൂ ഒക്കെ ചെയ്തതിനു ശേഷം കാർത്തിക് സുബ്രാജ് എന്താണ് പറഞ്ഞത്? അദ്ദേഹം സിനിമയെ കുറിച്ചിട്ട് വലിയ ഹിറ്റായിരിക്കുന്ന ഏറ്റവും ആദ്യം ഇട്ട ആള്, എൻ്റെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ റഷ് ഒരു ഫസ്റ്റ് കട്ട് കണ്ടിട്ട് അദ്ദേഹം ഇട്ടൊരു പോസ്റ്റർ, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കണ്ടൊരു സിനിമയുടെ ഒരു പോസ്റ്റർ മാത്രമാണ് ഇട്ടത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതമായിരുന്നു. ആ പോസ്റ്റർ എനിക്ക് ഭയങ്കര വാല്യൂ ഉള്ളതാണ്, ഭയങ്കര സപ്പോർട്ടാണ്. നമ്മള് ആക്ച്വലി ജോജോയുടെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്ന സമയത്ത് റൈറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ മലയാളികൾക്ക് അറിയാം ജോജോയുടെ ഒരു സകലകല വല്ലഭൻ തന്നെയാണ്. റെട്രോ മൂവിയിലും ചുമ്മാ എന്നൊക്കെ പറയും, പക്ഷെ നമുക്ക് സത്യാവസ്ഥ അറിയാം. റെട്രോ മൂവിയിൽ ജോജോയുടെ ആക്ച്വലി പാടിയിട്ടുണ്ട്, റൈറ്റ്? പാട്ട് അല്ലേ? ഇല്ലില്ല, അതിന്റെ പാട്ട് ഞാൻ ചെന്നൈയിലൊരു പാടി. ആക്ച്വലി നമ്മള് ഇൻട്രോ കൊടുത്തപ്പോ തന്നെ ആക്ടർ, റൈറ്റർ, പ്രൊഡ്യൂസറുടെ കൂടെ സിംഗർ കൂടി ഞാൻ വടിവത്തക്ഷരത്തിൽ പറഞ്ഞു. അപ്പൊ ജോജോയുടെ സ്റ്റേജിലൂടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ജോജോയുടെ ഒരു പാട്ട് പാടാതെ പോകുന്നത് വളരെ മോശമാവും. സോ നമ്മൾ തിരുവനന്തപുരത്ത്
എവിടെ ഫുൾ സപ്പോർട്ട് Yes, കട്ട സപ്പോർട്ട് also ജോർജിന്റെ കൂടെ ഇത് റെട്രോയിലെ ഒരു പാട്ടാണ്. ഞാൻ Yes. അതിഗംഭീര പാട്ടാണ്. പക്ഷെ ഞാൻ എന്റെ ലൈൻ വെറുതെ പാടും. നിങ്ങൾ കൂടെ പാടണം കേട്ടോ. ഞാൻ ആക്ച്വലി നമുക്ക് നമ്മളുടെ സ്നേഹം, സന്തോഷം, നമ്മളുടെ സന്തോഷം, സ്നേഹം സൂര്യ സാറിനോട് ഈ പാട്ടിലൂടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ എന്റെ കൂടെ നിങ്ങളും, ഞാൻ മാത്രമല്ല പാടുന്നത്, നമ്മളെല്ലാവരും കൂടി പാടണം. കണ്ണാലെ കണ്ണോട് മോതും കണ്ണാടി പൂവേ നീ താണ്ടി എന്നും ഉന്നോട് നാ ഒന്നാക വേണോ അടിയനാടി നീ കാപ്പോകാതടി നീ വിട്ടാലുമേ പറ്റണല്ലേ. ഞാൻ എക്സൈറ്റഡ്